യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ട്രെയിൻ നമ്പർ 1634 മംഗലാപുരത്ത് നിന്നും കോട്ടയം വഴി തിരുവനന്തപുരം വരെ പോകുന്ന മംഗലാപുരം തിരുവനന്തപുരം എക്സ്പ്രസ് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരുന്നതാണ്. യാത്രികൾ കൃപയാ ധ്യാൻ ദേ ഗാഡി സംഖ്യ 163. വല്ലാത്ത ശല്യമായല്ലോ. ഇനി ഇതടിക്കണ്ട, വല്ലാത്തൊരു തൊയ്രകേടായി. വൈറ്റ് മോഡാക്കിയ പിന്നെ കുഴപ്പമില്ലല്ലോ. ചേട്ടാ സമയം എത്രയായി? വാച്ചില്ല. ഫോണുണ്ടല്ലോ. ഫോൺ സ്വിച്ച് ഓഫ്. ഇയാളൊക്കെ പോടാ പോടാ. ഹലോ ഗൈസ്, ബാഡ് ആംഗിളിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മളുടെ എപ്പിസോഡ് എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്നതും വളരെ പേടിപ്പെടുത്തുന്നതുമാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് പ്രസിദ്ധമായ മുണ്ടിയൂർ നരിക്കുഴി പാലത്തിലാണ്. എന്താണ് ഈ നരിക്കുഴി പാലത്തെ കുറിച്ച് പറയാനുള്ളത്? എന്റെ പൊന്നു ബായി, 1-2 പേരല്ലേ ചാടിയേക്കണത്? അതെ ഗൈസ്, 14 പേരാണ് ഇതിലേക്ക് ചാടിയത്. എന്ത് ചെയ്യാനാണ് ബായി? ഓരോരുത്തന്മാരെ ഓടി ചാടല്ലേ? ഇതിന് ചോദിക്കാൻ അറിയുന്നുണ്ടാ? ചേട്ടാ ഒരു കുപ്പി വെള്ളം. ചേട്ടാ ഒരു ഓട്ടം പോകാൻ പറ്റുമോ? ഓക്കെ എന്നാ. ചേട്ടാ ചേട്ടാ എന്താ? ഒരു ഓട്ടം പോണല്ലോ. പോലോ. എവിടേക്കാ പോണ്ടേ? ചേട്ടാ ഇവിടെ കായലോ പുഴ അങ്ങനെ വല്ലതുണ്ടാവോ? കായലും പുഴയൊന്നുമില്ല. ഇവിടെ അടുത്തൊരു പുഴപ്പാലുണ്ട്. വലിയ പുഴയാണോ? കേട്ടുണ്ടാവും, നരിക്കുഴി പാലം. ഇത് ഫേമസാ. ആണോ? എന്നാ പിന്നെ ഒന്നും നോക്കണ്ട, നമുക്ക് അവിടേക്ക് തന്നെ പോവാം.
ചേട്ടാ ഇതാ ഞാൻ പറഞ്ഞ സ്ഥലം. അതെ ചേട്ടാ, ഇവിടെ സേഫ് ആണോ? അതെന്തിനാ? ജസ്റ്റ് ഒന്ന് കുളിക്കാനാ. ആ ഇത് കുഴപ്പമില്ല. താനെന്തേ കാണിക്കണേ? ഭ്രാന്തായി കാണിക്കണേ. എന്നെ വിടാതെ പറഞ്ഞത്. ഞാനെല്ലാം തീരുമാനിച്ച വന്നത്. എന്നെ വിട്. എനിക്കിനി ജീവിക്കണ്ട. എന്നെ വിടാൻ. ഞാനെല്ലാം തീരുമാനിച്ച വന്നത്. ഭ്രാന്ത് കാണിക്കല്ലേ. വിടറോ, എന്നെ വിട്. എനിക്കിനി ജീവിക്കണ്ട. എന്നെ താൻ ഇഷ്ടം പോലെ ചെയ്. പറഞ്ഞ മനസ്സിലായി പിന്നെ എന്താ ചെയ്യാ? എനിക്കിനി ജീവിക്കണ്ടോ? ഒരു മനസമാധാനം ഇല്ലാത്ത ജീവിതം. ഇങ്ങനെ ജീവിച്ചിട്ട് എന്താ കാര്യം? മടുത്തു. ആത്മഹത്യ ഒന്നിനൊരു പരിഹാരമല്ല. നമുക്ക് ഈ ലോകം കാണാൻ കഴിയുന്നില്ലേ? ആരോഗ്യമുള്ളൊരു ശരീരവും മനസ്സൊക്കെ നമുക്കില്ലേ? ദൈവം എന്തൊക്കെ കഴിവുകളാണോ നമുക്ക് തന്നിരിക്കുന്നത്. ഇതൊന്നും ഇല്ലാത്ത എത്രയോ പേരുണ്ട്. ഒന്ന് ഓർത്തു നോക്കിയേ. നമ്മൾ വിചാരിച്ചാൽ തീർക്കാൻ പറ്റാത്ത എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ആത്മഹത്യ ചെയ്യാൻ തന്നെ തീരുമാനമെങ്കിൽ താങ്കൾ ആത്മഹത്യ. പിന്നൊരു കാര്യം, ഇത് നരിക്കുഴിപ്പാല. ഇതുവരെ 10-14 പേര് മരിച്ചിട്ടുള്ള സ്ഥലമാണ്. അവരുടെയൊക്കെ ആത്മാവ് ഇവിടെ തന്നെ ഉണ്ട്, ഈ പരിസരം ചുറ്റിപ്പറ്റി തന്നെ. ഇപ്പോൾ നമ്മളിവിടെ വന്നിട്ട് കുറേ നേരമായില്ലേ? ഇതുവരെ ഇതിൽ ആരെങ്കിലും പാസ് ചെയ്യുന്നതായിട്ട് താൻ കണ്ടോ? ചേട്ടാ, എന്നെ ടൗണിക്കൊന്നും ആക്കി വരും. എന്നാ പോവാം. മനസ്സേട്ടാ ഫുഡ് കഴിച്ചോ? നിന്നോട് പലവട്ടം പറഞ്ഞിട്ടുള്ള ആക്കിടാണ്ട് ഇവിടെ പേട്ടയിൽ ഓടാൻ പറ്റില്ലാട്ടാ. അത് ഇവിടുത്തെ നിയമമാണ്. നിന്നോട് പലവട്ടം പറഞ്ഞിട്ടുള്ള. സോറി ഏട്ടാ, നാളെ തൊട്ടിട്ട് വരാം. ഞാനെന്തൊരു മനുഷ്യനാ. അയാളെന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതല്ലേ. ഞാനൊരു നന്ദി വാക്ക് പോലും പറഞ്ഞില്ല അയാളടുത്ത്. ആ സാറേ, എവിടേക്ക് പോണ്ടത്? ഓട്ടം വിളിക്കാൻ വന്നല്ല ഏട്ടാ. ഞാനിവിടുന്ന് ഒരു വണ്ടി വിളിച്ച് പോയിട്ടുണ്ടായിരുന്നു. ആ വണ്ടിക്കാരനൊന്ന് കാണാൻ വന്നതാ. ഓ, ആരാളത്? പേരറിയില്ല. എൻ്റെ പേര് സെബാൻ. സ്ഥലം പാലക്കാടാണ്. ഞങ്ങളിവിടെ ഒരു 10-25 ഓട്ടോറിക്ഷക്കാരുണ്ട്. ഇന്നിപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് ഞങ്ങളാകെ 2 വണ്ടികളുള്ളൂ. സാറിന് ആളുടെ പേര് അറിയാണെങ്കിൽ കാര്യങ്ങൾ എളുപ്പമായി. പേര് ചോദിക്കാനും ഞാനങ്ങോട്ട് മറന്നുപോയി. അല്ല, സാറപ്പോൾ ഏകദേശം എത്ര മണിക്കാണ് വണ്ടി വിളിച്ചത്? ഞാനൊരു ഏകദേശം 8-8 കാണും. 8-8 അല്ലേ? ആ സമയത്ത് ഞാനിവിടെ ഉണ്ടായിരുന്നല്ലോ.
ശരി എന്നാ. ചേട്ടാ ഈ വണ്ടിയുടെ ആളെവിടെയാ? ഇത് നമ്മുടെ ജിം റൂട്ടിന്റെ വണ്ടിയില്ല. ആ ഈ ചേട്ടന്റെ വണ്ടിയാണ് ഞാൻ വിളിച്ചു പോയത് നേരത്തെ. ചേട്ടൻ ആളൊന്ന് വിളിക്കുവോ? അവ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. ആളൊന്ന് കണ്ടിട്ട് എനിക്ക് പോവായിരുന്നു. അതെ പറഞ്ഞവൻ ജിം റൂട്ട് അങ്ങോട്ട് വന്നാളാ. എന്തേട്ടാ? ഈ ആളല്ല ചേട്ടാ. ഈ വണ്ടിയുടെ ഓണർ അവനാ. വണ്ടി തന്നെയാണ്, പക്ഷെ ആളിതല്ല. അപ്പൊ ചേട്ടൻ ആരെയാ കണ്ടത്? ഒരു മിനിറ്റ്, ആ ഫോണൊന്നെ. ചേട്ടാ ഇതാണ് ഞാൻ പറഞ്ഞ ആള്. ചേട്ടൻ കണ്ട ആള് ഇതാവാൻ വഴിയില്ല. കാരണം ഇയാള് മരിച്ചിട്ട് 5 മണിക്കൂറിലധികമായി. ഇല്ല, ഞാനത് വിശ്വസിക്കില്ല. വിശ്വസിച്ചേ പറ്റൂ. കുറച്ചു നേരം മുമ്പാണ് അവന്റെ ബോഡി റെയിൽവേ ട്രാക്കിൽ നിന്ന് പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോയി. അപ്പൊ ഞാൻ കണ്ടതാരെയാ? അത് ചിലപ്പോ ചേട്ടന് തോന്നലാവാം. അവൻ കുറച്ചു നാൾ മുമ്പ് ഇവിടെ ഓട്ടോറിക്ഷ ഓടിച്ചിട്ടുണ്ട്.